Congress leaders on the stage, Congress leaders in the crowd, I'd like to welcome all of you here today. പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്ന UDF നേതാക്കളെ, നിങ്ങൾക്ക് എല്ലാവരെയും എൻ്റെ വിനീതമായിട്ടുള്ള സ്വാഗതം. I'd like to congratulate you on the victory in the Panchayat elections, and I'd also like to give my support to those who did not win the elections but lost by a small margin. ഇക്കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നന്നായിട്ട് പോരാടി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയവർക്ക് എൻ്റെതായിട്ടുള്ള പിന്തുണയും ഞാൻ നൽകാൻ ആഗ്രഹിക്കുകയാണ്. I think it is important that all our leaders, Panchayat leaders, MLAs, MPs, leaders across the board, go close to the people and merge with the people. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ നേതാക്കന്മാരെല്ലാവരും, അത് MP ആയാലും MLA ആയാലും പഞ്ചായത്ത് മെമ്പർമാരായാലും അങ്ങനെയുള്ള എല്ലാവരും ജനങ്ങളുമായി ഏറ്റവും അടുപ്പത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. A true Congress leader becomes the voice of the people he represents. യഥാർത്ഥത്തിൽ ജനങ്ങളുടേതായിട്ടുള്ള ശബ്ദം പ്രതിഫലിപ്പിക്കുന്ന ഒന്നായിരിക്കണം യഥാർത്ഥ നേതാവ് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. What comes out of the mouth of your constituents is what should come out from your mouth. നിങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ നിങ്ങളുടെ മണ്ഡലത്തിന്റെ നാവായി മാറാൻ നിങ്ങൾക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. What is in the heart of your constituents should be in your heart. അവരുടെ ഹൃദയമായി മാറുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായത്. So the people of Kerala feel that the UDF and the Congress party truly represent them and are close to them. അതുകൊണ്ട് തന്നെ അങ്ങനെ ആയാൽ കേരളത്തിലെ ജനങ്ങളെല്ലാവരും മനസ്സിലാക്കും, ചിന്തിക്കും, UDF ആയാലും കോൺഗ്രസ് ആയാലും അവർ ഞങ്ങളോട് ഏറ്റവും അടുപ്പമുള്ളവരാണ്, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ കഴിയുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാവും. We have an assembly election ahead of us where we are fighting the left front. ഇവിടെ ഒരു അസംബ്ലി ഇലക്ഷൻ വരാൻ വേണ്ടി പോകുന്നു. നമ്മൾ ആ തെരഞ്ഞെടുപ്പിൽ പോരാടുന്നത് ഇടതുപക്ഷത്തോടാണ്. And you know the damage that Mr. Narendra Modi is doing to the fabric of this country. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി എന്തുമാത്രം അപകടങ്ങളാണ് ഈ രാജ്യത്തിനെതിരായി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. So it is important that we fight this election and sweep this election. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രാധാന്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുകയും വിജയം തൂത്തുവാരുന്ന വിജയം നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. It is not a normal election, it is an ideological election. ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പല്ല, ഇത് ആശയപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. And we are fighting for an ideology, a set of ideas. നമ്മൾ വ്യക്തമായിട്ടുള്ള ആശയങ്ങളും ആശയഗതികളുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. That is why when senior leaders from Kerala came to Delhi and met me, I put across my views to them. I put my views across to the leaders who came. അതുകൊണ്ടാണ് മുതിർന്ന നേതാക്കന്മാർ ഡൽഹിയിൽ വന്നപ്പോൾ എൻ്റെതായിട്ടുള്ള ചിന്താഗതികൾ അവരുടെ മുൻപാകെ ഞാൻ വെച്ചത്. And as you are our soldiers, our fighters, I want to tell you what I told them. As you are our soldiers, I want to tell you what I told them. നിങ്ങൾ നമ്മുടെ ഭടന്മാർ എന്ന നിലയിൽ അവരോട് ഞാൻ എന്തു പറഞ്ഞു എന്നുള്ളത് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I said 3 things to them. 3 കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു. The first thing I said is that this election we need to become a expression of the voice of the people of Kerala. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ വികാരത്തിന്റെ പ്രതിഫലനമായി നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതികൾ മാറ്റണം. And that means that we have to make certain commitments to them about what we are going to do for them. അതുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു, നമ്മളെന്താണ് കേരളത്തിൽ നൽകാൻ പോകുന്നതിനെ കുറിച്ച് എനിക്ക് ചില വ്യക്തമായിട്ടുള്ള ഉറപ്പുകൾ നിങ്ങൾ ഇന്ന് വേണം എന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി. And so I said we should think about this election as a transformatory election for Kerala. കേരളത്തെ ഒട്ടാകെ മാറ്റിമറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണമെന്ന് അവരോട് പറയുകയുണ്ടായി. And we should build our manifesto and make it a people's manifesto. അങ്ങനെയുള്ള ഒരു ചിന്താഗതി സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ ആരംഭിക്കണമെന്ന് ഞാൻ അവരോട് പറയുകയുണ്ടായി. Not a manifesto built inside closed doors, but a manifesto built by the people of Kerala and the UDF. നമ്മൾ സാധാരണഗതിയിൽ പ്രകടന പത്രിക ഇറക്കാറുണ്ട്. അത് പലപ്പോഴും മുറികൾക്കടക്കത്ത്
അകത്ത് നിന്ന് ചിന്തിച്ചുണ്ടാക്കുന്ന മാനിഫെസ്റ്റോകളാണ്. അതിനു പകരം ജനങ്ങൾക്കിടയിൽ പോയി ജനങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കേട്ട് അവരുടെ ഒരു പ്രകടന പത്രികയാക്കി നമ്മുടെ മാനിഫെസ്റ്റോനെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത്. Our manifesto process should involve everybody. നമ്മുടെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന പ്രക്രിയയിൽ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. We should speak to farmers, laborers, small businesses, youngsters, women, and we should ask them what it is exactly that they expect from us. നമ്മൾ എല്ലാവരോടും, കൃഷിക്കാരോട്, ചെറുപ്പക്കാരോട്, തൊഴിലാളികളോട്, വിദ്യാർത്ഥികളോട്, അവരോടെല്ലാം നമ്മൾ പോകണം. അവരോട് ചോദിക്കണം, എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് UDFന്റെ മാനിഫെസ്റ്റോയിൽ, പ്രകടന പത്രികയിൽ നിന്നും നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മൾ അവരോട് ചോദിക്കണം, അവരിൽ നിന്നും കേൾക്കണം. And we should pledge to them that we will give them what they ask for. We will give them and honor our commitment. നമ്മൾ അവരോട് പറയണം, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നൽകാനാണ് UDFും കോൺഗ്രസും നിലകൊള്ളുന്നതെന്ന് നമ്മൾ അവരോട് നേരിട്ട് പറയണം. I also told the leaders that this election should be an election where we take best advantage of our young leaders. അതുപോലെ തന്നെ അവരോട് പറയുകയുണ്ടായി, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ മറ്റു രീതിയിൽ കൂടി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ ഏറ്റവും നല്ല ഇൻവോൾവ്മെന്റ് ഉപയോഗിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാക്കി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്നുള്ളത് ഞാൻ പറയാം. I understand that there is a place for experience, but it is also very important that we build the Congress and the UDF of the future. So we have to give representation to as many young, fresh faces as possible. എനിക്കറിയാവുന്നതാണ്, അനുഭവ സമ്പത്തുള്ളവരുടെ അനുഭവജ്ഞാനവും പരിചയവും ഞാൻ വളരെ ബഹുമാനിക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നല്ല ഊർജ്ജസ്വലരായിട്ടുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും അവസരങ്ങൾ കൊടുക്കണം എന്നുള്ള കാര്യം ഞങ്ങളോട് പറയുകയുണ്ടായിട്ടുണ്ട്. And they said that they will put as many young people as possible into the assembly. അവർ പറയുകയുണ്ടായി, പറ്റാവുന്നിടത്തൊക്കെ തന്നെ പരമാവധി ചെറുപ്പക്കാരെ സ്ഥാനാർത്ഥികളാക്കി നിർത്താൻ, വിജയസാധ്യതയുള്ള ചെറുപ്പക്കാരെ സ്ഥാനാർത്ഥികൾ നിർത്താമെന്ന് അവർ പറയുകയുണ്ടായി. And the final thing I said to them was that if we are going to choose candidates, we need to choose candidates who are close to the people, who are connected to the people, who are fighting local political battles, and we need to give candidates in a transparent manner, and we need to make sure that we do not do this process inside closed rooms. സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന പരമ്പരാഗത ശൈലികൾ മാറ്റി പുതിയ ശൈലി ആവിഷ്കരിക്കണം ഞാൻ അവരോട് പ്രത്യേകമായി പറഞ്ഞു. ജനങ്ങളോട് കൂടുതൽ അടുപ്പമുള്ള, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള, പ്രാദേശിക രാഷ്ട്രീയത്തിൽ നിന്ന് തിളങ്ങുന്ന, പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന നല്ല ആളുകളെ തിരഞ്ഞെടുക്കുന്ന സുതാര്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആയിരിക്കണം ഈ പ്രക്രിയ എന്ന് ഞങ്ങളോട് പറയണ്ടായി. And I said to them that I will give them my full support. I will go wherever the UDF wants me to go. I will fight whichever battle the UDF wants me to fight if these commitments are fulfilled. ഈ കാര്യങ്ങളിൽ എനിക്ക് ഉറപ്പ് തന്നാൽ UDF പറയുന്ന എവിടെയെങ്കിൽ പോകണമോ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമോ അതെല്ലാം ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. And we will ensure that we do not just win the election, we will ensure that we sweep the election. ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് അവരോട് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം, ഈ തെരഞ്ഞെടുപ്പിൽ തരംഗമായി വിജയിക്കുക, തൂത്തുവാരി വിജയിക്കുക എന്നായിരുന്നു നമ്മുടെ ലക്ഷ്യമെന്നേ പറഞ്ഞു. So that was my message to the leaders, and I thought I would tell you the conversation that we had. Finally, I'd like to say a little bit about the Prime Minister and what he is doing to our country. ഇതാണ് ഞാൻ അവരുമായിട്ടുണ്ടായ സംഭാഷണം. അത് ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. You would remember that he said that he has a 56-inch chest. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു എനിക്ക് 56 ഇഞ്ച് നെഞ്ചാണ് എന്ന്. And I'm wondering what happened to the 56-inch chest when Chinese troops came and took 1,000 kilometers of Indian territory. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ചൈന പട്ടാളം ഇന്ത്യൻ അതിർത്തിയിൽ കടന്നു വന്ന് ഇന്ത്യ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിലെ പല പ്രദേശങ്ങളും പിടിച്ചെടുക്കിയപ്പോൾ എവിടെയായിരുന്നു ഈ 56 ഇഞ്ച് എന്ന് ഞാൻ ചോദിക്കുക. I've been watching for the last 6 months
The man with the 56-inch chest has not said the word China. ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി ശ്രദ്ധിക്കുകയാണ് 56 ഇഞ്ചുണ്ട് എന്ന് അവകാശപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് മുന്നിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? हिंदुस्तान के प्रधानमंत्री के मुंह से चाइना शब्द निकल ही नहीं रहा. The word China is refusing to come out of the mouth of the Prime Minister. ചൈന എന്നുള്ള വാക്ക് പറയാൻ പോലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് മടിയാവുന്ന അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. It is stuck inside his throat. He cannot take it out. അത് അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ കുരുങ്ങി കിടക്കുകയാണ് ചൈന എന്ന് പറയുന്ന വാക്ക്. And there is a reason for it. The reason is that he has weakened this country. The reason is he's weakened this country. അതായത് അതിന്റെ യഥാർത്ഥമായ കാരണം അദ്ദേഹം ഇന്ത്യയെ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. He has destroyed the economy by doing demonetization and with a flawed GST. ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയെ ആകമാനം അദ്ദേഹം തകർത്തിരിക്കുകയാണ്. നോട്ട് നിരോധനത്തിലൂടെയും GST നടപ്പിലാക്കിയതിൽ കാണിച്ചിട്ടുള്ള അവധാനത ഇല്ലായ്മയിലൂടെയും. The highest level of unemployment in modern Indian history is today. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നമ്മുടെ കാലത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. The Prime Minister insists on doing everything for 5 or 6 of his friends. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ 5-6 സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ്. You look at every industry in India. Every single industry is monopolized by those same 5 or 6 people. നിങ്ങൾ ഇന്ത്യയിലെ വ്യവസായങ്ങളെ എടുത്തു നോക്കുക. ഇന്ത്യയിലെ ഓരോ വ്യവസായം എടുത്തു നോക്കിയാലും ഈ വ്യവസായങ്ങളെല്ലാം ഈ 5-6 വൻകിട വ്യവസായികളുടെ കീഴിലായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. Whether it is your mobile phones, whether it is airports, whether it is ports, it is power, it is agriculture, every single thing is monopolized by those same 5 people thanks to the Prime Minister of India. നിങ്ങളുടെ മൊബൈൽ ഫോണാകട്ടെ, നിങ്ങളുടെ വിമാനത്താവളങ്ങളാകട്ടെ, നിങ്ങളുടെ തുറമുഖങ്ങളാകട്ടെ, അതുപോലെ ബന്ധപ്പെട്ട നിങ്ങളുടെ ഏത് സ്ഥാപനങ്ങളാകട്ടെ, ഇതെല്ലാം ഈ 5 വൻകിട മുതലാളിമാർ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ സുഹൃത്തുക്കളായ 5 മുതലാളിമാരുടെ കൈകളിൽ ചെന്തിപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രധാനമന്ത്രിക്ക് അവരോട് നന്ദി പറയേണ്ടി വരും നമ്മൾ. And in addition to this, he has divided the country and spread hatred everywhere. ഇതിനുപരിയായിട്ട് അദ്ദേഹം ഇന്ത്യയെ വിഭജിച്ചിരിക്കുകയാണ്. വിദ്വേഷവും പകയും നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ വളർത്തിയിരിക്കുകയാണ്. And that is why the Chinese have decided to come inside our territory. അതുകൊണ്ടാണ് ഈ ദുർബലമായ ഇന്ത്യയെ ആക്രമിക്കാൻ ഏറ്റവും നല്ല അവസരമെന്ന് മനസ്സിലാക്കി ചൈന ഇന്ത്യയെ ആക്രമിക്കാൻ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. Because they know that the Prime Minister has fundamentally weakened India. അവർക്കറിയാം, ചൈനക്കാർക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയെ അടിസ്ഥാനപരമായിട്ട് ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. And they have correctly assessed that the Prime Minister of India cannot stand up to them. അവർക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ചൈനയുടെ നേരെ നിൽക്കാൻ പറ്റുന്ന ശക്തി ഇല്ല എന്നുള്ള കാര്യം. So these are the forces that you are fighting. ഈ ശക്തികളോടാണ് നമ്മൾ പോരാടുന്നത്. When you win a panchayat election, you are fighting and beating that force. നമ്മൾ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ജയിക്കുമ്പോൾ ഇത്തരം ശക്തികളെയാണ് നമ്മൾ മത്സരിക്കുന്നതും അവരോടാണ് മത്സരിക്കുന്നതും അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. When we win the election in Kerala, we will be defeating that force. നമ്മൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോൾ അതേ ശക്തികളെ തന്നെയാണ് നമ്മൾ അവിടെ പരാജയപ്പെടുത്തുന്നത്. And at the same time, you know better than me what the left front is about. അതേസമയം നിങ്ങൾക്കറിയാം, എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം എന്താണ് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. You know what they have done to the future of Kerala. ഈ കേരളത്തിന്റെ ഭാവിക്ക് എതിരായിട്ട് അവർ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. So we are fighting both these ideologies, one in Kerala and one in Delhi. അപ്പോൾ ഈ 2 പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരായിട്ടാണ് നമ്മൾ പോരാടുന്നത്, ഒന്ന് ഡൽഹിയിലും ഒന്ന് കേരളത്തിലും. And we are doing it non-violently, peacefully, with love and affection, and by bringing everybody together. നമ്മൾ ഈ പോരാട്ടം നടത്തുന്നത് ചോര ചിന്താതെ സമാധാനപൂർണ്ണമായിട്ട് സ്നേഹപൂർവ്വമുള്ള ശക്തമായിട്ടുള്ള മത്സരത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. We are not the force of anger, we are not the force of hatred, we are not the force of violence. We are the force of love, affection, kindness. നമ്മുടെ വിദ്വേഷത്തിന്റെയും പകയുടെയും അതുപോലെ അക്രമത്തിന്റെയും ശബ്ദമല്ല നമ്മുടേത്. നമ്മുടെ ശബ്ദം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരുമയുടെയും ശബ്ദമാണ് നമ്മുടെ ശബ്ദം എന്നുള്ളതാണ് പ്രത്യേകത. So I thank all of you for carrying the flag of the Congress Party of kindness and compassion. നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പതാക കൈയെന്നുന്നതിൽ, UDFന്റെ പതാക കൈയെന്നതിൽ, ഈ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പതാക കൈയെന്നതിൽ, ഒരുമയുടെ പതാക കൈയെന്നതിൽ നിങ്ങളെല്ലാവരോടും നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുക. Thank you very much.